അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയാലോ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആപ്പിൾ ജ്യൂസ് തയ്യാറാക്കിയാലോ? അതിന് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് ആ ഒരു ആപ്പിളിൻ്റെ കളറ് ചേഞ്ച് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആദ്യം ചെയ്തെടുക്കാം. നമ്മൾ ആപ്പിൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തത് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. തേൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തേനോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ഗ്ലാസിൻ്റെ അളവിൽ നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വളരെ വീണ്ടും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മധുരം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് അടിച്ചെടുത്ത ജ്യൂസ് ഉണ്ടല്ലോ, സെർവിങ് ഗ്ലാസ്സിലോട്ട് നേരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.